റിയാലിറ്റി ഷോ താരവും ബി.ജെ.പി നേതാവുമായ റോബിൻ രാധാകൃഷ്ണനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി ഇൻഫ്ലുവൻസർ വേദലക്ഷ്മി. സാമ്പത്തിക ലക്ഷ്യം വെച്ചാണ് റോബിൻ ബി.ജെ.പിയിലേക്ക് എത്തിയതെന്നാണ് വേദലക്ഷ്മിയുടെ ആരോപണം. ബി.ജെ.പിക്കാർ വർഗീയതവാദികളാണെന്ന് പറയുന്ന റോബിന്റെ വാട്സ്ആപ്പ് ഓഡിയോ ചാറ്റും ലക്ഷ്മി തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടു. എന്തുകൊണ്ട് ബി.ജെ.പിയുടെ തത്വങ്ങളെയോ കാര്യങ്ങളെയോ ഒന്നും എ.ബി.സി.ഡി അറിയില്ല. മോദിജിയെ ഇഷ്ടമാണ്. ബി.ജെ.പി വർഗീയവാദികളാണ്. സത്യം പറയണമെങ്കിൽ ഭയങ്കരമായി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായെന്ന് വെച്ചോളൂ. എന്നോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരനായോ താൻ സംസാരിക്കൂ. വേദലക്ഷ്മി പുറത്തുവിട്ട വാട്സ്ആപ്പ് ഓഡിയോ ചാറ്റിൽ റോബിൻ പറയുന്നു. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് വേദലക്ഷ്മിക്കെതിരെ റോബിൻ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയത്. പരാതി പ്രാഥമികമായി പരിശോധിച്ച ശേഷം എതിർകക്ഷികളോട് ഹാജരാവാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചിട്ടുമുണ്ട്. പരാതി നൽകിയ ശേഷം തനിക്കെതിരായ ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാലാരിവട്ടം സ്റ്റേഷനിൽ വരാനും വേദലക്ഷ്മിയോട് റോബിൻ ആവശ്യപ്പെട്ടിരുന്നു. റോബിന് മറുപടിയായി വേദലക്ഷ്മി എത്തിയതും വിവാദങ്ങൾക്ക് ചൂടുപിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ എന്റെ ഞായറാഴ്ച തുടങ്ങിയത് റോബിൻ രാധാകൃഷ്ണന്റെ കേസും അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളും വെച്ചാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാലാരിവട്ടം സ്റ്റേഷനിൽ എത്തണമെന്നൊക്കെയാണ് ആ സ്റ്റോറിയിൽ പറയുന്നത്. എനിക്ക് റോബിനോട് പറയാനുള്ളത്, തിങ്കളാഴ്ച എനിക്ക് ജോലിയുണ്ട്. നിന്നെപ്പോലെ ഞാൻ വെറുതെ ഇരിക്കുകയല്ല. വിളിക്കുമ്പോൾ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വരാൻ. രാവിലെയും ഉച്ച കഴിഞ്ഞുമൊക്കെ വർക്കുണ്ട്. ധരിപ്പിക്കാനുള്ളവരോടൊക്കെ ഇത് ധരിപ്പിച്ചിട്ടുമുണ്ട്. എന്റെ ജോലി കഴിഞ്ഞ് സൗകര്യമുള്ള സമയത്ത് വന്ന് എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ പറഞ്ഞുകൊള്ളാം. അതവിടെ നിൽക്കട്ടെ. ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ശരിക്കുമുള്ള തൃശ്ശൂർ പൂരം തുടങ്ങുമ്പോൾ എന്താവും നിന്റെ അവസ്ഥ? നീ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യ്. നിന്റെ വളച്ചൊടിക്കുന്ന സ്റ്റോറീസ് പോസ്റ്റ് ചെയ്തോളൂ. ബന്ധങ്ങൾ വെച്ചോ, അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യ്. വെല്ലുവിളിക്കുകയാണെന്നും തന്നെ വെച്ചോ. നീ എവിടെ നിർത്തുന്നുവോ അവിടെ നിന്നും ഞാൻ തുടങ്ങും എന്ന് വെറുതെ പറയുന്നതല്ല. കുറേ നാൾ കാത്തിരിക്കുന്നു. നിയമപരമായി പോകാൻ ഉദ്ദേശിച്ചിട്ടും. നിന്നോട് സഹതാപം തോന്നുന്ന ഒരു കാര്യം, നീയൊരു സൈബർ കൊട്ടേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങിത്തിരിഞ്ഞ് നിനക്ക് തന്നെ ഇപ്പോൾ വിനയായി വന്നപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് മുട്ടനാടുകൾ തമ്മിലടിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026 മുട്ടനാടുകളും ആലോചിച്ചും കണ്ടുമേ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അതിനിടയ്ക്ക് നിനക്ക് ഇടികൊള്ളാൻ പോകുന്നത് നീയാണ്. നീ എന്തൊക്കെ ചെയ്താലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാത്തിരുന്ന് കണ്ടുകൊള്ളൂ. ഇനി ഇതിൽ നിന്നൊരു തിരിഞ്ഞുപോക്കില്ല. ഒരു കാര്യം വിട്ടുപോയി. നീ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്ക് റോബിൻ. എന്നിട്ട് സംസാരിക്കുക. അതാണ് അതിൻ്റെ ഒരു ശരി. സ്നേഹം പകരട്ടെ. സ്നേഹം നന്നായി പകരട്ടെ. വേദലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ.